ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ പൊറോട്ടയാണ്. അതായത് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടില്ലേ, അതുപോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ പൊറോട്ട. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. തയ്യാറാക്കാനായിട്ട് ഏകദേശം 1 കിലോനോളം മൈദ എടുത്തിട്ടുണ്ട്. ഫുൾ 1 കിലോനായിട്ട് ഉണ്ടാവില്ല, നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു 6.5 കപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. ഇനി നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് നമ്മളിതിൽ തിളപ്പിച്ചാറിയ പാലാണ് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പാലൊന്നും എടുക്കാറില്ല, പക്ഷേ നമ്മൾ പാല് ചേർത്തിട്ടുള്ള ചപ്പാത്തി തന്നെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല. അപ്പോൾ അത് കാരണം വീട്ടിലൊക്കെ നമുക്ക് തയ്യാറാക്കുമ്പോൾ കുറച്ച് പാലൊക്കെ ചേർക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ പാല്, അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് പഞ്ചസാരയായ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല മധുരമായിരിക്കും. അപ്പോൾ ഒരു 4 ടീസ്പൂൺ മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ മൈദയും ചിലപ്പോൾ മൈദയ്ക്കൊക്കെ ചില വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ എല്ലാ വെള്ളവും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ പറയുന്ന വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി എന്തായാലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുള്ള ഒരു പൊടിയൊക്കെ ഉണ്ടാവും നമുക്ക്. അതിന് ശേഷം നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഇപ്പോൾ 2 ഗ്ലാസ്, അതായത് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒക്കെ നമ്മുടെ കയ്യിൽ ഒട്ടുന്ന ഒരു പരിവായിരിക്കും, മൈദയ്ക്ക് പിന്നെ ചെറിയൊരു ഒട്ടലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് കുഴഞ്ഞ് വരാൻ നമുക്ക് കുറച്ച് പാടുണ്ട്. ഇപ്പോൾ ഇത്രയും അധികം ക്വാണ്ടിറ്റി ഉള്ള കാരണമാണ്. അപ്പോൾ കുറച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ വെള്ളം പാലായാലും ഇപ്പോൾ കുറച്ചായിട്ട് എടുക്കുക. ഇനി ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴയ്ക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കേണ്ട. കുഴയ്ക്കുന്നതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാകം അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ റൈസ് ബ്രാൻഡ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് റിഫൈൻ ഓയിലായാലും കുഴപ്പമില്ല. നന്നായി നമ്മൾ കുഴച്ചെടുക്കുക. അതിനുശേഷം കുഴയ്ക്കുമ്പോൾ ഒരു ഇതും വേണ്ട, നന്നായിട്ട് തന്നെ നമ്മൾ കുഴയ്ക്കണം. അതാണ് ഇതിലത്തെ മെയിൻ കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴയ്ക്കേണ്ടത് ഒരു 10-20 മിനിറ്റ് നേരം കുഴച്ചാൽ നന്നായിരിക്കും. അത് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് റാപ്പറിൽ റാപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലോ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കി ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇങ്ങനെ നനവോട് കൂടിയിട്ട് പൊതിഞ്ഞ് വയ്ക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പറിൽ റാപ്പ് ചെയ്ത് വെച്ചാലും മതി. അത് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇതിൽ നല്ല സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട ചേർക്കും. പക്ഷേ ആ മുട്ടയുടെ ഒരു പച്ചമണം എനിക്ക് താല്പര്യമില്ലാത്ത കാരണമാണ് നമ്മൾ മുട്ട ചേർക്കാൻ. മുട്ട ചേർത്തില്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി പൊറോട്ട തന്നെയാണ് തയ്യാറാക്കി. ഇപ്പോൾ മുട്ട കഴിക്കാത്തവരുണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഇത് മുട്ട ചേർത്തില്ലെങ്കിലും നമുക്ക് അതുപോലെയുള്ള പൊറോട്ട തന്നെയാണ് കിട്ടുക. അപ്പോൾ പ്ലാസ്റ്റിക് റാപ്പറിൽ റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഡാൽഡയും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാൽഡ മാത്രമായിട്ട് എടുക്കണ്ട, അതിനായിട്ട് നല്ലത് ഡാൽഡയോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഡാൽഡയോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റൈസ് ബ്രാൻഡ് ഓയിലോ എടുത്തിരിക്കുന്നത്, രണ്ടും കൂടി മിക്സ് ചെയ്യുക. ഒരിക്കലും നെയ്യ് എടുക്കണം കേട്ടോ. നെയ്യിൻ്റെ ടേസ്റ്റ് പൊറോട്ടയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം, കുഴപ്പമില്ല. അതിന് ശേഷം നമ്മുടെ മാവ് നമുക്ക് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ എരിഞ്ഞിട്ട് നമ്മൾ കുഴക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ്. ഇപ്പോഴേ നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിത് ഓരോ ബോളാക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഇനി ഇത് 2 ഭാഗമാക്കിയിട്ട് മാറ്റാം. കാരണം നമുക്ക് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 ഭാഗമാക്കിയിട്ട് ഒരേ അളവിൽ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു പോർഷൻ തന്നെ ഒരു 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു അളവിൽ 20 പൊറോട്ട കിട്ടും. അത്യാവശ്യം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അത്ര വലിപ്പത്തിലുള്ള പൊറോട്ടയാണ്. അപ്പോൾ ഈ ഒരു അളവിൽ ഒരു 20 എണ്ണം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഓരോ ബോളും ഇതുപോലെ എടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മാവ് ഉള്ളിലേക്ക് തള്ളി കൊടുത്തിട്ട് ഇതുപോലെ സ്ക്രാച്ച് ഇല്ലാത്ത ഓരോ ബോൾസാക്കി മാറ്റണം. ഇതുപോലെ ഓരോന്ന്. അപ്പോൾ നമുക്ക് ഇത്രയും അധികം ഉള്ള കാരണം തന്നെ ഓരോ ബോൾ ഇതുപോലെ ആക്കി വരുമ്പോൾ അത്യാവശ്യം 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനിരിക്കും. അപ്പോൾ അത്യാവശ്യം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായ കാരണം തന്നെ ഉള്ളിലേക്കൊക്കെ തള്ളി കൊടുക്കുമ്പോൾ സ്ക്രാച്ച് ഇല്ല അത് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാ ബോളും ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക.
അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബോളും ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കും നമ്മുടെ ഓയിൽ ഉണ്ടല്ലോ, ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓരോ ബോൾസ് എടുത്തിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള ബോളുകൾ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകൾ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തും മാക്സിമം എല്ലാ ഭാഗത്തുമായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്രഷ് കൊണ്ടാകുമ്പോൾ അധികം ഓയിലൊന്നും ഇല്ല, നമ്മൾ കുറച്ച് എന്തായാലും എണ്ണ ഇതിലെ മെയിൻ ഘടകം തന്നെയാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബ്രഷ് ഉണ്ട് വെച്ചെങ്കിൽ സുഖമാണ്, അധികമൊന്നും വേണ്ടി വരില്ല. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന റാപ്പർ ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴും ഇതിങ്ങനെ ഡ്രൈ ആവാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ കിച്ചൺ ടവൽ അടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. അപ്പോൾ റോളർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നന്നായി പരന്നു വരും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കൗണ്ടർ ടോപ്പുമ്മേ ഓയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോണ്ട് ഭാഗം ഇത് പരത്തുന്നോ ആ ഭാഗത്തൊക്കെ ഓയിൽ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചുരുട്ടിയെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം നല്ല ഓയിൽ പരത്തി കൊടുക്കുക. പിന്നെ നമുക്ക് കൈ വെച്ച് തന്നെ നന്നായി പരത്തിയാൽ തന്നെ ഇത് നന്നായി പരന്നു വരും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര നന്നായിട്ടാണ് പരന്നു വരുന്നത്. അതുപോലെ ഇതുപോലെ പൊട്ടിയാലൊന്നും പേടിക്കാനൊന്നുമില്ല, കാരണം നമുക്കത് കത്തി വെച്ചിട്ട് കീറി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പൊട്ടിയൊന്നതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ പരത്തിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലം ഇതുപോലെ നിഴലിക്കുന്ന രീതിയിൽ അത്രയും നൈസായിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ സമൂസ ഷീറ്റും അതുപോലെ പപ്സിൻ്റെ ഷീറ്റും ഒക്കെ തയ്യാറാക്കിയപ്പോഴും ഈ മെത്തേഡ് തന്നെയാണ് ചെയ്തത്. അപ്പോഴാണ് നമുക്കിത് വിട്ട് വരുന്നത്. അതുപോലെ ഇതുപോലെ കീറി എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ രണ്ട് ഭാഗത്തുനിന്നും ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്താൽ മാത്രമേ ഇതുപോലെ സുഖമായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒട്ടി വരുന്നുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അതൊന്നും പേടിക്കാനില്ല. നമുക്കിത് ചുറ്റിയെടുക്കുമ്പോഴും അതുപോലെ നമ്മൾ ചുട്ടെടുത്ത് വരുമ്പോഴും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടുക. ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് വരാം. ഇങ്ങനെ റോൾ ചെയ്ത് വന്നിട്ട് അവസാനം അടിഭാഗത്തേക്ക് നമ്മളൊന്ന് തിരികെ വെച്ച് കൊടുക്കുക, അത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തയ്യാറായത് മാറ്റി വയ്ക്കുക, ഒത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പണിയൊക്കെ ഇപ്പോൾ നമ്മൾ ഉണ്ടല്ലേ, റോളറൊന്നും ഇല്ല, കൈകൊണ്ട് ഇതുപോലെ വലിച്ച് നീട്ടിയാൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് മാക്സിമം വരും. അറ്റത്ത് ഭാഗത്ത് വരുമ്പോൾ മാത്രമേ നമുക്കൊന്ന് പരത്തി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, റോളറിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ കത്തി വെച്ച് കീറി കൊടുക്കുക, ഓയിൽ സ്പ്രെഡ് ചെയ്യുക, പൊടി ഇട്ട് കൊടുക്കുക. സെയിം ഇത് തന്നെ ഇതായത് നമ്മൾ ഓയിൽ കുറച്ച് ഒന്ന് ഇങ്ങനെ റൗണ്ട് ആയതിന് ശേഷം കുറച്ച് ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ റോളർ കൊണ്ട് ഇതുപോലെ ചുരുട്ടി എടുത്തതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടിഭാഗത്തേക്ക് നന്നായി തിരികെ വെക്കണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോരും കേട്ടോ. സെയിം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം പിടിച്ച് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചാൽ തന്നെ നമുക്കിത് നന്നായിട്ട് പരന്നു വരും. അത്ര എളുപ്പമുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്യാന്ന് പറയുന്നത് മറക്കരുത്. ഓയിൽ സ്പ്രെഡ് ചെയ്ത് മൈദയും കൂടി ഇട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്കിത് ലെയർ നന്നായി തിരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ ഒന്നുകിൽ കത്തിയോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് രണ്ട് ഭാഗത്തുനിന്നും നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് കിട്ടുമല്ലോ. പല മെത്തേഡുകളുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും റോൾ ചെയ്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോന്നും ഇതുപോലെ ആക്കി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറേ ഉള്ള കാരണം തന്നെ ഞാൻ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ആക്കി വന്നപ്പോൾ തന്നെ മറ്റേതൊക്കെ ഒരു 10-15 മിനിറ്റും വീണ്ടും റെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്താൽ കുറച്ച് നല്ല സ്മൂത്തായിട്ടൊക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോളർ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. കുറച്ച് ഓയിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടാൽ നന്നായിരിക്കും. ഓയിൽ പരത്തിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്താലും മതിയാവും. ഇപ്പോൾ നമുക്ക് പരത്തിയെടുത്ത നമ്മുടെ ഇത് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം ലെയറൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവ വെച്ച് കൊടുക്കാം. ഞാൻ ഒരു ഇരുമ്പ് തവയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇരുമ്പ് തവയല്ല, നോൺ സ്റ്റിക്ക് പാൻ ആയാലും നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നല്ല മീഡിയം ഫ്ലെയിമിൽ ഇത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പഞ്ചസാര ചേർത്തത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. ഇത്ര തന്നെയാണ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഇപ്പോൾ ചെറിയ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കുക കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിലെ ലെയർ നന്നായി തിരിഞ്ഞു വന്നിട്ടുണ്ട്.
അപ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് നമ്മൾ ആയി എന്നൊക്കെ വിചാരിക്കും, പക്ഷേ എല്ലാ ഭാഗവും കൂടി ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോഴാണ് ആവുക. അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ അതേ നമുക്ക് ഒന്നായി വന്നിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മീഡിയം ഫ്ലെയിം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് നമ്മളിതുപോലെ ഓയിലൊക്കെ കൊടുത്ത് ആക്കിയെടുത്ത് വരുമ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ട് പോവും, അതായത് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കില്ല. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ആക്കിയെടുക്കുമ്പോഴാണ് നല്ല പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഹൈ ഫ്ലെയിമിൽ ഇടല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരും. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് തോന്നും വെച്ച് കഴിഞ്ഞാൽ ലെയർ തിരിഞ്ഞില്ലല്ലോ എന്നൊക്കെ തോന്നും, പക്ഷേ ലാസ്റ്റ് സ്റ്റേജിലാണ് നമുക്ക് ലെയർ നന്നായിട്ട് തിരിച്ചെടുക്കാൻ പറ്റുക. നമ്മുടെ പൊറോട്ട എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇതായി വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ലെയർ തിരിക്കുക. അതായത് ഇതുപോലെ നമ്മൾ 4 ഭാഗം ഇതുപോലെ അടിച്ചെടുക്കുക. പൊറോട്ട ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം, നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് ചെയ്യരുത്, അപ്പോൾ അതൊക്കെ ആകമാനം പൊട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് 4 ഭാഗം ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ലെയറൊക്കെ നന്നായിട്ട് തിരിഞ്ഞു വരും. നല്ല ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ടയാണ് കിട്ടിയിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.